Welcome back to the YouTube channel of Farooq Higher Secondary School, Farooq College. I am Sharke, Department of Commerce. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് കുറേ തിയറി ഒക്കെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചോണം. അത് കുറേ മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ തിയറീസൊക്കെ നോക്കിക്കോണം. അതിൽ വരുന്നത് മീനിങ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ട്, അത് നോക്കിയാൽ മതി. മീനിങ് ഓഫ് പാർട്ണർഷിപ്പ് ഉണ്ട്, ഡെഫിനിഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഉണ്ട്, ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്, ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. അതിനുശേഷം റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ ഇതൊക്കെ തന്നെ പിന്നെ കണ്ടൻറ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ അതിൽ കണ്ടൻറ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫീച്ചേഴ്സ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കലുണ്ട്. മിക്കപ്പോഴും അത് 1 മാർക്കിനൊക്കെ ചോദിക്കല്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കലുണ്ട്. പിന്നെ നമ്മൾ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഡീഡ് സാധാരണയായിട്ട് ഈ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പോലെ ചോദിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന പ്രോബ്ലം ഏതിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ഹൗ വി ക്യാൻ പ്രിപ്പയർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ കണ്ടു there are 2 methods of preparing partners capital account. They are fluctuating capital method and fixed capital method. Fluctuating capital method ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്, പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു there are 2 methods of preparing partners capital account. They are fluctuating capital method and fixed capital method. There are different items deals with partners capital account. ഇപ്പോൾ നമ്മൾ സോൾ ട്രേഡറിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോൾ ട്രേഡറിൻ്റെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച അവസരത്തിൽ നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കും. പിന്നെ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറയ്ക്കും. ഇതിൻ്റെ എല്ലാം കൂടെ ഫൈനൽ ഔട്ട്പുട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിൽ എഴുതിയിരുന്നത്. ഇവിടെ പാർട്ണേഴ്സിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓരോ പാർട്ണേഴ്സിനും ഒരു സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വാട്ട് ആർ ദി ഐറ്റംസ് കമ്മിങ് അണ്ടർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം. ആണെങ്കിൽ ഞാൻ ഒന്ന് എഴുതിയില്ല ഏതൊക്കെയാണെന്ന്. ഒരു പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാധാരണ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് ബാലൻസ്, അതിൽ ഓപ്പണിംഗ് ബാലൻസ് വരാറുണ്ട്. ഇനി ചിലപ്പോൾ പുതിയ ബിസിനസ് ആണെങ്കിൽ അവിടെ ക്യാഷ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഐറ്റം അതാണ്. പിന്നെ അടുത്തത് ഈ പാർട്ണർക്ക് നമ്മൾ സാധാരണ ചില അവസരങ്ങളിൽ സാലറി കൊടുക്കലുണ്ട്. ഒരു ആക്റ്റീവ് പാർട്ണർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. there are different types of partners. അതിൽ ആക്റ്റീവ് പാർട്ണർ അല്ലെങ്കിൽ മാനേജിങ് പാർട്ണർക്ക് ഈ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം സാലറി ഓഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അയാൾ കൊടുക്കുന്ന സാലറി മന്ത്ലി സാലറിയോ അല്ലെങ്കിൽ ആനുവൽ സാലറിയോ ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ വേറൊരു ഐറ്റമാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കൊടുക്കാം. പിന്നെ അടുത്ത ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അടുത്ത ഒരു ഐറ്റമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ഐറ്റം വരാറുണ്ട്. അടുത്ത ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അടുത്തൊരു ഐറ്റമാണ്. പിന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇത്ര ഐറ്റമാണ് സാധാരണ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാറുള്ളത്. ഇനി ഈ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റം ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ ഐറ്റം ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ കൂടി വരും, ഡെബിറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു വരും.
ഇത് പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ഏതൊക്കെയാണ്, ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നതിലുണ്ട്. അത് നിങ്ങളെടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കാം. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്ത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സാലറി ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. കമ്മീഷൻ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ തന്നിട്ടുള്ള ഐറ്റത്തിൽ കുറേ ഐറ്റംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസാണ്, കുറേ ഐറ്റമൊക്കെ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും, ഡെബിറ്റ് ചെയ്യുമ്പോൾ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. നെറ്റ് റിസൾട്ട് എന്താണെന്ന് നോക്കുക. അതായിരിക്കും പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ രണ്ട് തരത്തിൽ വരയ്ക്കുന്നത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും പിന്നൊന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയതെന്ന് ചോദിച്ചാൽ, നമ്മൾ വരയ്ക്കുന്ന പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബാലൻസ് ഓരോ വർഷവും മാറി മാറി വരും, ഫ്ലക്ച്വേറ്റ് ചെയ്യും, ചേഞ്ച് ചെയ്യും. എന്താണ് അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റവും ഒരു അക്കൗണ്ടിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഒരു അക്കൗണ്ടിൽ തന്നെ എഴുതുന്നത് കൊണ്ട് അതിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്, രണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടും അടുത്തതെന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടും. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ വരയ്ക്കുള്ളൂ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് വരയ്ക്കും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഇനി ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് ഇപ്പോൾ പറഞ്ഞു. ഈ ഐറ്റംസിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ക്രെഡിറ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഡെബിറ്റ് ചെയ്യണം. ഇനി ഇതിലാണെങ്കിൽ രണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നത് പറഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഇവിടെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. ചില ദിവസങ്ങളിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ വരയ്ക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ വരും, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇഫ് എനി. അങ്ങനെ എപ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കില്ല. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല, തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരയ്ക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലുമാണ് വരുന്നത്. ചില അവസരങ്ങളിൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരാറില്ല, വളരെ റയറായിട്ടാണ് പറഞ്ഞിരിക്കും. ഈ ക്യാപിറ്റലിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും, അതിന് വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഐറ്റം ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യലായിരിക്കും, ഇത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. വല്ലപ്പോഴും അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിഡ്രോവൽ ഫ്രം ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യും. സാധാരണ അങ്ങനെ വരാറില്ല. അപ്പോൾ സാധാരണ ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. പിന്നെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നതിന് എന്തൊക്കെ എടുക്കുമെന്ന് ചോദിച്ചാൽ, ഈ സാലറി എടുക്കും, കമ്മീഷൻ എടുക്കും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കും, ഡ്രോയിങ്സ് എടുക്കും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കും, പ്രോഫിറ്റ് ഓൺ ലോസ് എടുക്കും. ഇത് ഇത്രയും കറണ്ട് അക്കൗണ്ടിലേക്ക് വരുന്ന ഐറ്റമാണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ആരോമാർക്കിടാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആനുവൽ അഡ്ജസ്റ്റ്മെൻറ്റും ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡും എല്ലാം കൂടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എഴുതുകയാണെങ്കിൽ അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. അതല്ല ഇത് രണ്ട് അക്കൗണ്ടിലായിട്ട് എഴുതുകയാണെങ്കിൽ അതിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അത് നമുക്ക് 4 മാർക്കിന് ചോദിക്കലുണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ക്വസ്റ്റ്യൻ വളരെ ചെറുതായിരിക്കും, അത് നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, അതിൻ്റെ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വായിക്കാം, അത് ശ്രദ്ധിച്ചാൽ മതി. ബാബു ആൻഡ് സാബു entered into partnership business contributing ₹5 lakh and ₹3 lakh respectively. രണ്ട് പാർട്ണേഴ്സ് ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ആദ്യം പറഞ്ഞ ബാബു 5 ലക്ഷം കൊണ്ടുവന്നു,
രണ്ടാമത് പറഞ്ഞ് സാബു 3 ലക്ഷം കൊണ്ടുവന്നു. അപ്പോൾ അതാണ് അവരുടെ ക്യാപിറ്റൽ. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞായിരുന്നു. ഈ കേസിൽ ക്യാഷാണ്, പുതിയതായിട്ട് ക്യാപിറ്റൽ പിന്നെ ക്യാഷ് കൊണ്ടുവരിക ചെയ്തത് ക്യാപിറ്റലായിട്ട്. ഇനി their profit sharing ratio is 2:1. പാർട്ണർഷിപ്പ് ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ ഈക്വലായിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഇനി ബാബു എൻറ്റൈറ്റിൽഡ് എ സാലറി ഓഫ് ₹10,000, എൻറ്റൈറ്റിൽഡ് എ മന്ത്ലി സാലറി ഓഫ് ₹10,000. അപ്പോൾ ഇതിൽ രണ്ടുപേരുള്ളതിൽ ബാബുവാണ് ആക്റ്റീവ് പാർട്ണർ, അയാൾക്ക് മാസം 10,000 രൂപ ശമ്പളം കൊടുക്കും. ആൻഡ് സാബു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് ₹2,000 പെർ മന്ത്. സാബുവിന് 2,000 രൂപ ഒരു മാസം കമ്മീഷനായിട്ടും പാർട്ണർഷിപ്പ് ഫേം കൊടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ദി റേറ്റ് ഓഫ് 5% പെർ ആനം. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. ഇവിടെ 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പനി പാർട്ട്നേഴ്സിന് കൊടുക്കും. ദി ഡ്രോയിങ്സ് ഓഫ് ബാബു ആൻഡ് സാബു ഫോർ ദി ഇയർ എൻഡിങ് 31 December 2019. അപ്പോൾ തന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 31/12/2019 ആണ്. 31/12/2019. എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ല, drawings of Babu and Sabu for the year ending December 31st, 2019 were ₹15,000 and ₹10,000 respectively. ഓരോരുത്തരും, അതായത് ബാബു 15,000 രൂപ ഒരു വർഷം അയാൾ ഡ്രോയിങ്സ് നടത്തി, പിന്നെ 10,000 രൂപ സാബു എടുത്തുകൊണ്ട് പോയി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബാബു ₹1,500 ആൻഡ് സാബു 1,000 വെയർ ചാർജ്ഡ്. അപ്പം ഇവർ ഡ്രോയിങ്സ് വിഡ്രോവൽ നടത്തിയതിന് അവർ ഇൻട്രസ്റ്റ് പാർട്ണർഷിപ്പ് ഫേമിന് കൊടുക്കണം. അത് 1,500 ബാബു എന്ന് പറയുന്ന ആൾ കൊടുത്തു, സാബു ആണെങ്കിൽ 1,000 കൊടുത്തു. ഇനി ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് ദി എബോ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ലോസ് അല്ല പ്രോഫിറ്റാണ്. അത് ₹30,000 ആണ്, 30,000 രൂപയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ഈ 2 മെത്തേഡിലും വരയ്ക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും പറഞ്ഞുതരാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത് നോക്കിയാൽ നമ്മൾ കുറേ കോളംസ് വരുന്നുണ്ട്. നമ്മൾ 2 കോളം ആയിട്ട് വരച്ചാൽ മതി. 2 പേർക്കും ഇത് എമൗണ്ട് കോളം സെപ്പറേറ്റ് കൊടുത്താൽ മതി. ഇവിടെ അതുപോലെ ചെറിയൊരു ഡേറ്റ് കോളം വേണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. ഇതിൽ എടുത്ത് നോക്കിക്കോ. ഞാൻ ഓരോ ഐറ്റവും എങ്ങനെ ഇതിനകത്ത് എഴുതണമെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇതിൽ വായിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഐറ്റം തന്നെ അവർ ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് എന്ന് കൊടുക്കാം. ക്യാഷ് ആദ്യത്തെ ആൾ 5 lakh കൊണ്ടുവന്നു, രണ്ടാമത്തെ ആൾ 3 lakh കൊണ്ടുവന്നു. 3 lakh കൊണ്ടുവന്നു. അടുത്ത എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഷെയർ. ബാബു എൻ്റെ മന്ത്ലി സാലറി. അപ്പോൾ സാലറി നോക്കുമ്പോൾ ആദ്യത്തെ ആളിന് നമ്മൾ കൊടുക്കുന്നത് 10,000 രൂപയാണ്. അപ്പോൾ 10,000 × 12 1,20,000. 1,20,000. ഇനി സാബു എന്ന് പറയുന്നയാളിന് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അത് 2,000 ആണ്. 2,000 × 12. കാരണം ഇത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ മന്ത്ലി സാലറിയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മന്ത്ലി കമ്മീഷനാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 24,000 രൂപ. അപ്പോൾ ഇവിടെ 10,000 × 12 കമ്മീഷനാണെങ്കിൽ 2,000 × 12 വിട്ടുപോയത്. ചില കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധമാണ്. തന്നിട്ടുള്ള എമൗണ്ട് അങ്ങനെ എടുക്കും. മന്ത്ലി ആണെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോവുക ചെയ്യും. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ 5%. ഇവിടെ 5 ലക്ഷം രൂപയാണ്. 10% 50,000, 25,000 രൂപ. ഇവിടെ 3 ലക്ഷം, 3 ലക്ഷത്തിൻ്റെ 5% 30,000, 15,000 രൂപ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി ഇവിടെ ഡ്രോയിങ്സ് നമുക്കുണ്ട്.
ഡ്രോയിങ്സ് തന്നിട്ടുള്ളത് ആദ്യത്തെ ആൾ 15,000 രൂപയും രണ്ടാമത്തെ ആൾ 10,000 രൂപയും. തൊട്ട് താഴെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 1,500 രൂപയും 1,000 രൂപയും. ഇനി ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 30,000 ആണ്. ഡിവൈഡ് ചെയ്യണം. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1. അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 30,000-നെ 3/2 ഓക്കെ, 3/2 എടുക്കുമ്പോൾ 20,000. ഇനി 30,000-ൻ്റെ 3/1 എടുക്കുമ്പോൾ 10,000. അതവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കിട്ടും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലായ്പ്പോഴും ക്രെഡിറ്റ് സൈഡ് തന്നെയായിരിക്കും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടുതൽ വരുന്നത്. കാരണം നമുക്കറിയാം ഇത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ സൈഡ് തന്നെയായിരിക്കും കൂടുതൽ. അതിൻ്റെ ടോട്ടൽ 6,60,5,000. അപ്പുറത്തെ സൈഡിൽ 3,49,000. ഇതേ എമൗണ്ട് തന്നെ എടുത്ത് ഇവിടെ എഴുതണം. 6,65,000, 3,49,000. ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്നത് 6,48,500-ഉം 3,38,000 രൂപയും കിട്ടും. ഇങ്ങനെയാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എഴുതുകയാണെങ്കിൽ ഇവിടുത്തെ ബാബുവാണ്, ഇത് സാബുവാണ്. അതുപോലെ ഇവിടെ ഇത് ബാബുവാണ്, ഇത് സാബുവാണ്. പിന്നെ ഡേറ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യം വന്നിട്ടില്ല, ചില പ്രോബ്ലങ്ങളിൽ വരും. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഏത് മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. കാരണം ഇതിൻ്റെ തുടക്കം 5 ലക്ഷവും അവസാനം 6,48,500 അല്ലെങ്കിൽ സാബു 3 ലക്ഷം തുടങ്ങി 3,38,000 ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ആ പേരിൽ വിളിക്കുന്നത് തന്നെ. ഇനി നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ എങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒന്നെന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടും വരയ്ക്കണം. അപ്പോൾ 2 അക്കൗണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റിലും ക്രെഡിറ്റിലും 2 കോളം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് 2 കോളമായിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലാതെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്തിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതുണ്ട്. 2 കോളമായിട്ട് തന്നെ വരച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ കോളം വരച്ച് സമയമൊന്നും കളയരുത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലൊന്ന് വരയ്ക്കാം. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് വരയ്ക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മുമ്പേ വരച്ചില്ല ക്യാപിറ്റൽ അക്കൗണ്ട്. അതൊരു ചെറിയ അക്കൗണ്ട് മതിയാവും. ചെറിയ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ താഴേക്ക് കുറച്ച് സ്ഥലം മതി. ഇവിടെ നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് 5 ലക്ഷം, 3 ലക്ഷം. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എഴുതുമെന്ന് പറഞ്ഞു. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഴുതണ്ട. ജസ്റ്റ് ഇതങ്ങ് ബാലൻസ് ചെയ്താൽ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇതുപോലെ അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ഒക്കെ തന്നെ വരുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞു. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ 5 ലക്ഷം, 3 ലക്ഷം. ഇവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ 5 ലക്ഷം, 3 ലക്ഷം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പോരാ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പോരാ, പിന്നെ എന്തും വേണം? ഒരു കറണ്ട് അക്കൗണ്ടും വേണം. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നതെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കറണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നതിന് ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് മൊത്തം എടുക്കുക, ക്രെഡിറ്റ് ചെയ്യാനുള്ളത് ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യാനുള്ളത് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കഴിഞ്ഞു? കറണ്ട് അക്കൗണ്ട് കിട്ടി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു കറണ്ട് അക്കൗണ്ട്. വരയ്ക്കുമ്പോൾ 2 കോളം തന്നെ വേണ്ടത്. വരയ്ക്കുമ്പോൾ 2 കോളം തന്നെ വേണം. പാർട്ണേഴ്സിൻ്റെ 2 കോളം തന്നെ വേണം. അപ്പുറത്തെ സൈഡിൽ 2 കോളം വേണം. ചെറിയൊരു ഡേറ്റ് കോളം കിടന്നോട്ടെ. നോക്കിയേ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കിയേ. ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിലൂടെ എടുക്കാൻ പാടില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുത്തു. ഇനി ഇവിടെ നമ്മൾ വരയ്ക്കാറില്ല, എഴുതാറില്ല. ഇനി എന്തൊക്കെ വരുന്നു? ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെ വരുന്നു? സാലറി വരുന്നില്ലേ?
ആദ്യത്തെ ആളുകളിലെ 10,000 × 12 1,20,000. അടുത്ത കമ്മീഷൻ വരുന്നില്ലേ? രണ്ടാമത്തെ ആളിന് 2,000 × 12 24,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നില്ലേ? നോക്കിയേ, കഴിഞ്ഞതിൽ നമ്മൾ എഴുതിയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% 25,000 15,000. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയതാണ്. അവിടെ എങ്ങനെ സ്പീഡിൽ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 25,000 15,000. അടുത്ത എന്താ പിന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് എത്ര? 30,000 രൂപ ഡിവൈഡ് ചെയ്തപ്പോൾ 20,000 10,000 വന്നില്ലേ വന്നു. ഇപ്പോഴത്തെ ഡ്രോയിങ്സ് നോക്കിയേ, ഡ്രോയിങ്സ് 15,000 10,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,500 1000. ഇതെല്ലാം നമ്മൾ നേരത്തെ എഴുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞത്. നമ്മൾ തൊട്ട് മുമ്പ് വരച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എടുത്ത് നോക്കിയാൽ മതി. അതേ എമൗണ്ട് തന്നെ അവിടെ. അപ്പോൾ ഇത് നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് ആദ്യം കൂട്ടി നോക്കാം. ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും. പക്ഷേ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ക്രെഡിറ്റ് സൈഡ് കൂടിയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നവർ നോക്കണം ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കണം. ഏതായാലും ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡ് കൂടിയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസിന് പകരം വരുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത അവസരത്തിൽ 1,65,000 1,65,000 ഇവിടെ 49,000. ഈ എമൗണ്ടുകൾ ഇവിടെ എഴുതണം. 1,65,000 1,65,000 49,000. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ 1,65,000 നിന്ന് 15,000 1,500 പോവുക. 1,48,500. ഇവിടെ 49,000 നിന്ന് 10,000 പോകുമ്പോൾ 38,000. ഇനി വേണമെങ്കിൽ ഇവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും മാർക്കൊന്നും കുറയ്ക്കില്ല. 1,48,000. ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം മാത്രമേ പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുകയുള്ളൂ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അവസരത്തിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, അല്ലെങ്കിൽ പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയാൻ പറ്റുമോ, പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് ഓൺ 31 December 2019 എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ.